ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുവരെ റാങ്ക് ലിസ്റ്റ് വന്ന ജില്ലകളുടെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലെ സ്വാശ്രയ TTLലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് ബുധനാഴ്ച പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓഗസ്റ്റ് 21 തീയതി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇൻ്റർവ്യൂവിൻ്റെ തീയതിയും ഡീറ്റെയിൽ എല്ലാം ഇവിടെ വരും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ. എറണാകുളം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഗവൺമെൻറ് എയ്ഡഡ് സെൽഫിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ മെമ്മോ ലഭിക്കും. ഈ സെലക്ഷൻ ലിസ്റ്റിലുള്ളവർക്ക് ഇൻ്റർവ്യൂ മെമ്മോ ലഭിക്കും. അഥവാ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ മെമ്മോ ലഭിച്ചില്ലെങ്കിലും നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ എത്ര റാങ്ക് വരെയുള്ളവരാണ് ചെല്ലേണ്ടതെന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റുകൾ, കോമൺ ആയിട്ട് വേണ്ട സർട്ടിഫിക്കറ്റുകളുടെ ഡീറ്റെയിലാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ മെമ്മോ ലഭിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റുകളാണ് ഹാജരാക്കേണ്ടത്. അപ്പോൾ സെലക്ഷൻ ലിസ്റ്റിലുള്ളവർ എല്ലാ സർട്ടിഫിക്കറ്റുകളായിട്ട് വേണം ഇൻ്റർവ്യൂവിന് പോകാൻ. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മാത്രമാണ്. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർ നിങ്ങളിപ്പോൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് TC CC ഒന്നും ഇപ്പോൾ മേടിക്കേണ്ട ആവശ്യമില്ല. അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം ഹാജരാക്കിയാൽ മതിയാകും. അപ്പോൾ ഡീറ്റെയിൽ എന്തൊക്കെ വേണമെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ. കോട്ടയം ജില്ലയിലെ സെൽഫ് ഫിനാൻസിംഗ് കോളേജിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അത് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റോ ഡീറ്റെയിലോ വെബ്സൈറ്റിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ നിരന്തരം വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് DD ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. കൊല്ലം ജില്ലയിലെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഹ്യൂമാനിറ്റീസ് വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. കൊമേഴ്സിൻ്റെയും സയൻസിൻ്റെയും റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും ഡീറ്റെയിലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്യുക. അതിലെന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് DD ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്ത് സംശയം ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. തൃശ്ശൂർ ജില്ലയിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ DD ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ മെമ്മോ അയക്കുന്നതാണ്. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് എനിക്ക് ലഭിക്കുന്ന മുറയ്ക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതുവരെയും റാങ്ക് ലിസ്റ്റ് വരാത്തത് കോഴിക്കോട് ജില്ലയിലും ഇടുക്കി ജില്ലയിലുമാണ്. അപ്പോൾ അവിടെ DD ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ ഉടൻ തന്നെ റാങ്ക് ലിസ്റ്റ് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും DD ഓഫീസുമായിട്ട് നിരന്തരം കോൺടാക്ട് ചെയ്യുക. ഓക്കെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.